യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നാം നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ഓർമ്മിക്കുകയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. അടിമത്തത്തിൽ നിന്നും മോചനം നേടി പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ ഈ വചനത്തിലൂടെ യേശു നമ്മളെ വിളിക്കുകയാണ്. ദൈവമക്കളായ നാം പലപ്പോഴും പാപത്തിൻ്റെ അടിമത്തത്തിൽ പെട്ടുപോകാറുണ്ട്. ഈ പാപം നമ്മെ അന്ധരാക്കുന്നു, വഞ്ചിക്കുന്നു, ബന്ദികളാക്കുന്നു. എല്ലാറ്റിനുമുപരി ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ തടയുന്നു. അതിനാൽ പാപത്തിൻ്റെ ചങ്ങലകളും പ്രലോഭനങ്ങളും സ്വാധീനങ്ങളും പൊട്ടിച്ച് ദൈവവുമായി സ്നേഹത്തിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് നാം ചെയ്യേണ്ടത് സത്യം അറിയണം. യേശു പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ലൗകികമായ അറിവുകളല്ല സത്യം. സത്യം വചനമാണ്. വചനത്തിലൂടെ ലഭിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് സത്യം. സത്യം അത് ദൈവത്തെ കണ്ടുമുട്ടലാണ്. അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ 1-ാം വായനയിലൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നത്, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. പ്രിയമുള്ളവരെ, വചനത്തിൽ നിലനിന്ന് യേശുക്രിസ്തുവിനെ ദർശിച്ച് സത്യത്തിൽ നമുക്ക് ജീവിക്കാം. പാപത്തിൻ്റെ അടിമകളായി ജീവിക്കാതെ യേശുക്രിസ്തു നൽകിയ മഹത്തായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരാകാം. ഏവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ.